കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിലുണ്ടായ വെള്ളക്കെട്ടിൽ പ്രതിഷേധവുമായി BJP നേതാവ് രംഗത്തുനിന്നും BJP കൗൺസിലർ രവീന്ദ്ര സിംഗ് നേഗി റോഡിൽ വെള്ളക്കെട്ടിൽ ബോട്ട് തുഴഞ്ഞ് പ്രതിഷേധിച്ചു എന്ന വാർത്ത വരുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഞാനീ പറഞ്ഞൊക്കെ കേട്ടോ, മിക്കവാറും വടിയെടുത്ത് വീട്ടിൽ കയറി എന്നെ അടിച്ച് പറ്റിച്ചു കളയരുത്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഡൽഹിയിൽ ശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ശക്തമായ മഴ തുടരുകയാണ്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഡൽഹിയിൽ 228.1 മില്ലിമീറ്റർ മഴ ലഭിച്ചു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കണക്ക്. സാധാരണ നിലയിൽ ലഭിക്കുന്നതിനേക്കാൾ ശക്തമായ മഴയാണ്. അത് ഡൽഹിയുടെ ജനജീവിതത്തെ അതിരൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും വലിയ വെള്ളക്കെട്ടുണ്ട്. വലിയ ട്രാഫിക് ബ്ലോക്കുകൾക്ക് ഇത് കാരണമായിരിക്കുന്നു. ല്യൂട്ടൻസ് ഡൽഹി മേഖല, ഡൽഹി പാർലമെന്റിനോട് ചേർന്ന ഈ മേഖലയിൽ പോലും പലയിടത്തും വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരു പ്രതിഷേധവുമായി, വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP നേതാവ്. BJPയുടെ കൗൺസിലറായ രവീന്ദർ സിംഗ് നേഗിയാണ് റോഡിലെ വെള്ളക്കെട്ടിൽ ഒരു ബോട്ട് തുഴഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഡൽഹി ഭരിക്കുന്ന, ഒപ്പം തന്നെ ഡൽഹി MCDയും ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിയുടെ കെടുകാര്യസ്ഥതയാണ് ഡൽഹിയിലെ വെള്ളക്കെട്ടിന് കാരണമെന്നും അഴുക്കുചാലുകൾ കൃത്യമായ സമയത്ത് വൃത്തിയാക്കാതിരുന്നതും മറ്റുമാണ് ഇതിന് ഇടയാക്കിയത് എന്നും ആരോപിച്ചുകൊണ്ടാണ് വ്യത്യസ്തമായ ഈ പ്രതിഷേധം. അദ്ദേഹം ഈ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശത്ത് ബോട്ടുമായി എത്തി തുഴഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും തുടർന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. കാരണം ഈ വെള്ളക്കെട്ട് അടക്കമുള്ള വിഷയങ്ങളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ഡൽഹിയിലെ ജനജീവിതത്തെ എന്തായാലും ഈ വെള്ളക്കെട്ട് അതീവ രൂക്ഷമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിന് വിവരങ്ങൾ നൽകിയത്. ഇത്തരം ബോട്ടുകൾ കേരളത്തിലും ഇപ്പോൾ ആവശ്യമുണ്ട്. പല നഗരത്തിലും വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ ഈ ബോട്ട് കുറേ എണ്ണം വാങ്ങിച്ചിട്ട് ഗുണമാകുമെന്ന് എനിക്ക് തോന്നുന്നു.